നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രിയെ അവഹേളിച്ച് വേടൻ. എല്ലാം കാണുന്ന കേരള പോലീസ് കണ്ടില്ല. 5 വർഷം മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ മോദി കപട ദേശീയവാദി എന്ന അധിക്ഷേപം. കേസില്ല, നടപടിയുമില്ല. ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തോട് വിശദീകരിക്കാൻ ഭാരതം. ആദ്യ പ്രതിനിധി സംഘം യാത്ര തിരിച്ചു. JDU MP സഞ്ജയ് കുമാർ ഝായുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ജോൺ ബ്രിട്ടാസും. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് വൻ കുരുക്കിലേക്ക്. സോണിയയും രാഹുലും 142 കോടിയുടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കി. കള്ളപ്പണം വെളുപ്പിച്ചവരിൽ സാം പിത്രോദയും. പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്ന് ED ഡൽഹി കോടതിയിൽ. താരസ്വർണ്ണക്കടത്ത് കേസിൽ നിർണായക വഴിത്തിരിവ്. രണ്യ റാവു പ്രതിയായ കേസിൽ കർണാടക ആഭ്യന്തരമന്ത്രിക്കും പങ്കെന്ന് സംശയം. G. പരമേശ്വരയുടെ സ്ഥാപനങ്ങളിൽ ED റെയ്ഡ്. മുർഷിദാബാദ് കലാപത്തിൽ ബംഗാൾ പോലീസ് പ്രതിക്കൂട്ടിൽ. പോലീസ് കയ്യും കെട്ടി നോക്കി നിന്നുവെന്ന് കൽക്കട്ട ഹൈക്കോടതി സമിതി റിപ്പോർട്ട്. ബംഗാളിലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് കേന്ദ്രസേന ആവശ്യമെന്നും റിപ്പോർട്ട്. നക്സൽ മുക്ത ഭാരതത്തിലേക്ക് ഒരു പടി കൂടി. ഛത്തീസ്ഗഡിൽ 26 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ച് സുരക്ഷാ സേന. നാരായൺപൂരിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. പേരൂർക്കടയിൽ ASIക്കും സസ്പെൻഷൻ. കള്ളക്കേസിൽ ബിന്ദുവിനെ കൂടുതൽ ഭീഷണിപ്പെടുത്തിയത് ASI പ്രസന്നൻ. ബിന്ദു നൽകിയ പരാതി DGP കന്റോൺമെന്റ് SPക്ക് കൈമാറി. കേന്ദ്ര പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മന്ത്രിമാരുടെ മത്സരം. സ്മാർട്ട് റോഡ് പോസ്റ്ററുകളിൽ തദ്ദേശ മന്ത്രിയോ നഗരസഭയോ ഇല്ല. റിയാസ് മാത്രം പോസ്റ്ററുകളിൽ. അതൃപ്തി അറിയിച്ച MP രാജേഷ്. പോലീസ് നോക്കി നിൽക്കെ SFIയുടെ കൊലവിളി. BCA പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ഭീഷണി. വെല്ലുവിളി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ. നോക്കാം വിശദമായി. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസിൽ കോൺഗ്രസ് നേതൃത്വം കൂടുതൽ കുരുക്കിലേക്ക്. സോണിയയും രാഹുലും ഉൾപ്പെടെയുള്ള നേതാക്കൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. 142 കോടി രൂപയുടെ സ്വത്തുക്കൾ അനധികൃതമായി കൈവശം വെച്ചു. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ED ഡൽഹി കോടതിയെ അറിയിച്ചു. സോണിയ, രാഹുൽ, സാം പിത്രോദ, സുമൻ ദുബെ തുടങ്ങിയവരെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുകയാണ് എന്ന് ആണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കോടതിയിൽ വിവരങ്ങൾ എന്താണ്? നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയയും കൂടാതെ നിലവിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുലും ഉൾപ്പെടെയുള്ള നേതാക്കൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഡൽഹി കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. അതായത് കേസിൽ ഇതിനോടകം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ സോണിയ 1-ാം പ്രതിയും രാഹുൽ 2-ാം പ്രതിയുമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് സോണിയയും രാഹുലും ഉൾപ്പെടെയുള്ളവർ കുറ്റം ചെയ്തു എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണം കൂടുതൽ മുൻപോട്ട് പോവുകയാണ് എന്ന വിവരം ഇപ്പോൾ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അറിയിച്ചിട്ടുള്ളത്. നിയമ നടപടികൾ മുൻപോട്ട് പോകുന്നുണ്ട്. ഇതിനോടകം കണ്ടെത്തിയിട്ടുള്ളത് 142 കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾ, അത് ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ രാഹുലും സോണിയയും ഉൾപ്പെടെയുള്ള നേതാക്കൾ അനധികൃതമായി കൈവശം വെച്ച് അനുഭവിച്ചു എന്നുള്ളത് കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി ഡൽഹി കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഡൽഹി റൌസാവന്നി കോടതിയിലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ആ കുറ്റപത്രത്തിലും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അനധികൃതമായ കള്ളപ്പണ ഇടപാടും ഒപ്പം സ്വത്ത് കൈമാറ്റവും ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്ന അന്വേഷണ ഏജൻസി അടിവരയിട്ട് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. രാഹുലും സോണിയയും ഡയറക്ടർമാരായിട്ടുള്ള യങ് ഇന്ത്യ കമ്പനി 5 ലക്ഷം രൂപ മാത്രം മൂലധനം ഉണ്ടായിരുന്ന യങ് ഇന്ത്യ കമ്പനിയാണ് നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ ഭൂമി ഉൾപ്പെടെയുള്ള
കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് തന്നെ വെറും 5 ലക്ഷം രൂപ മാത്രം മൂലധനമുള്ള യങ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് നാഷണൽ ഹെറാൾഡിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഏറ്റെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ വൻ സാമ്പത്തിക ക്രമക്കേട്, കള്ളപ്പണ ഇടപാട് നടന്നു എന്നുള്ളത് തന്നെയാണ് അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത്. നേരത്തെ സുബ്രഹ്മണ്യ സ്വാമിയാണ് 2012 ഇതിൻ്റെ പ്രാഥമിക വിശദാംശങ്ങൾ പുറത്തുവിടുന്നത്. പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയം അന്വേഷിച്ചു. 2022 സോണിയെയും രാഹുലിനെയും തുടർച്ചയായി അന്വേഷണ ഏജൻസി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, കൂടാതെ യങ് ഇന്ത്യ കമ്പനിയുടെയും നാഷണൽ ഹെറാൾഡിൻ്റെയും സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള പരിശോധനകൾ, ഭൂമി ഇടപാടുകളുടെ രേഖകൾ, ഇവയെല്ലാം പരിശോധിച്ചതിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സോണിയെയും രാഹുലിനെയും പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ അന്വേഷണ ഏജൻസിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് രാഹുലും സോണിയയും ഉൾപ്പെടെയുള്ള നേതാക്കൾ, സാംബിത് റോഡയും സുമൻ ദുബെയും ഉൾപ്പെടെയുള്ള നേതാക്കൾ കുറ്റം ചെയ്തു എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. 142 കോടിയിലധികം രൂപയുടെ അനധികൃത സ്വത്തുക്കൾ കൈവശം വെച്ച് അനുഭവിക്കുകയും ചെയ്തു എന്നാണ് അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇതിനോടകം യങ് ഇന്ത്യ കമ്പനിക്ക് മുകളിലുള്ള അല്ലെങ്കിൽ ആ കമ്പനിയുടെ കൈവശമുള്ള 751 കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ മുൻപോട്ട് പോവുകയാണ്. 2000 കോടിയിലധികം രൂപയുടെ സ്വത്ത് വിലമതിക്കുന്ന സ്വത്തുക്കളാണ്, നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ സ്ഥാപനങ്ങളും ഭൂമിയും ഉൾപ്പെടെയുള്ള സ്വത്തുക്കളാണ് രാഹുലും സോണിയയും കൈവശം വെച്ച് അനുഭവിച്ചത്. അത് ഏത് രീതിയിൽ നടന്നു എന്നുള്ളതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണ ഏജൻസി കോടതിയെ ബോധിപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. വീണ. ഓക്കെ, ശരി ജിഷ്ണു. പാകിസ്ഥാന്റെ ഭീകരതയെ തുറന്നു കാട്ടാനും പെഹൽഗാം ഭീകരാക്രമണത്തിലുള്ള പാകിസ്ഥാന്റെ പങ്ക് വിദേശ രാജ്യങ്ങളെ അറിയിക്കുന്നതിനുമായുള്ള പ്രതിനിധി സംഘം ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടു. JDU MP സഞ്ജയ് കുമാർ ഝായുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആദ്യം പുറപ്പെട്ടത്. ജപ്പാൻ, ഇന്തോനേഷ്യ, മലേഷ്യ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലാകും സംഘം സന്ദർശിക്കുക. ഭീകരതയുടെ സഹിഷ്ണുതയില്ലെന്ന ഭാരതത്തിന്റെ സന്ദേശം ലോകരാഷ്ട്രങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിനിധി സംഘങ്ങൾ യാത്ര തുടങ്ങിയത്. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘം UAE-യിലേക്കാണ് ആദ്യം പോകുക. തുടർന്ന് ലിബേറിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ലിയോൺ എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. ഈ സർവകക്ഷി സംഘം ഇന്ന് വൈകിട്ട് യാത്ര പുറപ്പെടും. മുൻ കേന്ദ്രമന്ത്രി സഞ്ജയ് കുമാർ ഝാ നയിക്കുന്ന സംഘം ജപ്പാനിലേക്ക് യാത്ര ആരംഭിച്ചു. ഇന്തോനേഷ്യ, മലേഷ്യ, കൊറിയ, സിംഗപ്പൂർ എന്നീ ഏഷ്യൻ രാജ്യങ്ങളും ഈ സംഘം സന്ദർശിക്കുന്നുണ്ട്. ശ്രീകാന്ത് ഷിൻഡെയുടെ സംഘത്തിൽ മലയാളിയായ ET മുഹമ്മദ് ബഷീറും സഞ്ജയ് ഝായുടെ സംഘത്തിൽ കേരളത്തിൽ നിന്നുള്ള MP ജോൺ ബ്രിട്ടാസുമുണ്ട്. കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 7 പ്രതിനിധി സംഘങ്ങൾ 25 രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ജനം, ഡൽഹി. പാക് ചാരപ്രവർത്തനത്തിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്രയുടെ ചൈന, ബംഗ്ലാദേശ് സന്ദർശനവും നിരീക്ഷണത്തിൽ. ജ്യോതി ഇരു രാജ്യങ്ങളും സന്ദർശിച്ചതായി കേന്ദ്ര ഏജൻസികൾ സ്ഥിരീകരിച്ചു. ജ്യോതിയുടെ അറസ്റ്റിന് പിന്നാലെ വിവിധ യൂട്യൂബ് ചാനലുകൾ നിരീക്ഷണത്തിലാണെന്ന് ഹരിയാന ചീഫ് സെക്രട്ടറി അറിയിച്ചു. ചൈന, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ ജ്യോതി മൽഹോത്ര സന്ദർശിച്ചതായാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയത്. ജ്യോതിക്ക് ചൈനീസ് സാമ്പത്തിക സഹായം ലഭിച്ചതായി സൂചനയുണ്ട്. ബംഗ്ലാദേശിൽ അടുത്തിടെ കലാപം അഴിച്ചുവിട്ട ഇസ്ലാമിക ഭീകര ശക്തികളുമായി ഇവർ ബന്ധപ്പെട്ടിരുന്നു എന്നും പരിശോധിക്കും. ജ്യോതി മൽഹോത്ര പലതവണ പാകിസ്ഥാനിൽ പോയിരുന്നതായും ഇവർ ചാരസംഘടനയായ ISI-യുമായി ബന്ധപ്പെട്ടിരുന്നതായും ഇതിനകം കണ്ടെത്തിക്കഴിഞ്ഞു. ഇവർ കേരളത്തിലെ വിവിധ ജില്ലകളിൽ എത്തിയിരുന്നു. ഭാരതത്തിന്റെ തന്ത്രപ്രധാന സ്ഥലങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും പകർത്തി അവ പാകിസ്ഥാൻ ചാരസംഘടനയായ ISI-ക്ക് കൈമാറുകയായിരുന്നു ജ്യോതിയുടെ പ്രധാന ദൗത്യം. അതേസമയം ജ്യോതി മൽഹോത്രയ്ക്ക് പിന്നാലെ വിവിധ യൂട്യൂബർമാരെ നിരീക്ഷിച്ചു വരുന്നതായി ഹരിയാന സർക്കാർ അറിയിച്ചു. സംശയമുള്ളവരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ജനം, ഡൽഹി. ED കുരുക്കിൽ കർണാടക ആഭ്യന്തരമന്ത്രിയും. സ്വർണ്ണക്കടത്ത് കേസിൽ കന്നഡ നടി രണ്യ റാവു അറസ്റ്റിലായ കേസിലാണ് മന്ത്രി G. പരമേശ്വര റാവുവുമായി ബന്ധമുള്ള തുംകുരുവിലെ മെഡിക്കൽ കോളേജിൽ ED റെയ്ഡ് നടത്തിയത്. മന്ത്രിയുമായി ബന്ധമുള്ള ശ്രീ സിദ്ധാർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലാണ് പരിശോധന നടത്തിയത്. രണ്യ റാവുവും മെഡിക്കൽ കോളേജും തമ്മിൽ പണമിടപാട് നടത്തിയിരുന്നതായി ED അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. നേരത്തെ പരമേശ്വര റാവുവും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും രണ്യ റാവുവിന്റെ വിവാഹത്തിൽ പങ്കെടുത്ത ചിത്രം BJP പുറത്തുവിട്ടിരുന്നു. കള്ളക്കടത്ത് കേസിൽ കോൺഗ്രസ് നേതാക്കൾക്കും ബന്ധമുണ്ടെന്നും BJP ആരോപിച്ചിരുന്നു. വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് മുർഷിദാബാദിലുണ്ടായ സംഭവങ്ങളിൽ പ്രതിക്കൂട്ടിലായി പശ്ചിമബംഗാൾ പോലീസ്. സ്ഥലത്തെ കൗൺസിലറാണ് അതിക്രമം അഴിച്ചുവിട്ടതെന്ന് കൊൽക്കത്ത ഹൈക്കോടതിയിൽ നിയോഗിച്ച വസ്തുതാന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. പോലീസ് പൂർണ്ണമായും നിഷ്ക്രിയരായിരുന്നുവെന്നും പോലീസിന്റെ അസാന്നിധ്യം കാര്യങ്ങൾ വഷളാക്കിയെന്നും കണ്ടെത്തൽ. സംരക്ഷണം ഏർപ്പെടുത്താൻ കേന്ദ്രസേന എത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു.
ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വേട്ട. നാരായൺപൂർ ജില്ലയിൽ 26 പേരെയാണ് സുരക്ഷാ സേന വധിച്ചത്. ഒരു ജവാൻ വീരമൃത്യു വരിച്ചു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ സേന തിരച്ചിൽ ആരംഭിച്ചത്. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, നക്സൽ രഹിതമാക്കാൻ ഒരുങ്ങുകയാണ്. അതിന്റെ ഭാഗമാണ് ഈ മാവോയിസ്റ്റ് വേട്ടയെല്ലാം ഛത്തീസ്ഗഡിൽ നാരായൺപൂരിൽ നടന്നത്. എന്താണ് പോരാട്ടം സുരക്ഷാ സേന ശക്തമാക്കുകയാണ്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 72 മണിക്കൂറിലധികമായി നാരായൺപൂർ മേഖലയിൽ പരിശോധനയും ഏറ്റുമുട്ടലും തുടരുകയായിരുന്നു. 26 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ ഇതിനോടകം വധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടലും പരിശോധനയും തുടരുന്നുണ്ട്. കൂടാതെ മറ്റു മേഖലകളിലും സുക്മ ഉൾപ്പെടെയുള്ള മേഖലകളിലും സമാനമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് DGP അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഈ ബസ്തർ വനമേഖലയിൽ മാവോയിസ്റ്റ് ഭീകരർ ആയുധവുമായി തമ്പടിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും കൂടാതെ CRPFന്റെയും കോബ്ര യൂണിറ്റും പരിശോധന നടത്തിയത്. ആ പരിശോധന ഏറ്റുമുട്ടൽ കലാശിക്കുകയായിരുന്നു. കഴിഞ്ഞ 72 മണിക്കൂറിലധികമായി മേഖലയിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 26 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചിട്ടുണ്ട്. മേഖലയിൽ പരിശോധന തുടരുകയാണ്. ഛത്തീസ്ഗഡിന്റെ പല മേഖലകളിൽ നിന്നും മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഇതിനോടകം സുരക്ഷാ സേനയുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും പ്രവർത്തനങ്ങളോടുകൂടി സാധിച്ചിട്ടുണ്ട്. അടുത്ത വർഷം മാർച്ചോടുകൂടി രാജ്യത്തു നിന്ന് തന്നെ ഭാരതം പൂർണ്ണമായും ചുവപ്പൻ ഭീകരതയിൽ നിന്ന് മുക്തമാക്കും എന്ന പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചാണ് ഛത്തീസ്ഗഡ്, തെലങ്കാന, ഒഡീഷ അതിർത്തി വനമേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ നേരത്തെ മാവോയിസ്റ്റ് ഭീകരവാദം നിലനിൽക്കുകയും സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരുന്ന മേഖലകളിൽ അതിശക്തമായിട്ടുള്ള പരിശോധന നടത്തുന്നത്. അതിന്റെ ഭാഗമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഇപ്പോൾ 26 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. വീണ. ശരി ജിഷ്ണു. സ്വർണ്ണമാല മോഷ്ടിച്ചെന്ന് ആരോപിച്ച പോലീസ് സ്റ്റേഷനിൽ ദലിത് സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ ASIക്കും സസ്പെൻഷൻ. പേരൂർക്കട ASI പ്രസന്നനെയാണ് സസ്പെൻഡ് ചെയ്തത്. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന കാരണത്താലാണ് സസ്പെൻഷൻ. നേരത്തെ SIയെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതേസമയം ബിന്ദുവിന്റെ പരാതിയിലും അന്വേഷണം നടക്കും. മോഷണക്കുറ്റം ആരോപിച്ച് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ അന്യായമായി യുവതിയെ തടങ്കലിൽ വെച്ച സംഭവത്തിലാണ് ASI പ്രസന്നനെ സസ്പെൻഡ് ചെയ്തത്. കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സ്റ്റേഷനിൽ വെച്ച് പ്രസന്നൻ തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് ബിന്ദു പരാതിപ്പെട്ടിരുന്നു. ഇനിയും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകാൻ സാധ്യതയുണ്ട്. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടാകും നടപടി. കേസിൽ പേരൂർക്കട SI പ്രസാദിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇല്ലാത്ത മോഷണക്കുറ്റം ചുമത്തി പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പട്ടികജാതി യുവതിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് സമാനതകളില്ല പീഡനങ്ങളായിരുന്നു. മനുഷ്യാവകാശവും നിയമവും ചട്ടവും കാറ്റിൽ പറത്തി ഒരു രാത്രി മുഴുവനും ബിന്ദുവിനെ സ്റ്റേഷനിൽ നിർത്തി അധിക്ഷേപിച്ചു. മാലമോഷണം നടന്ന വീട്ടിൽ തെരച്ചിൽ നടത്താതെയാണ് ബിന്ദുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിവരം വീട്ടിൽ വിളിച്ചറിയിക്കാൻ പോലും പോലീസ് തയ്യാറാകാതെ ഒരു രാത്രി മുഴുവനും സ്റ്റേഷനിൽ പാർപ്പിച്ചു. പിറ്റേ ദിവസം മാല കണ്ടെത്തിയ വിവരം പരാതിക്കാരി പോലീസിൽ അറിയിച്ചിട്ടും ബിന്ദുവിനെ വിട്ടയക്കാൻ തയ്യാറായില്ല. ചെയ്യാത്ത കുറ്റത്തിന് അപമാനം നേരിട്ട സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. തുടർന്ന് മാധ്യമങ്ങളിലൂടെ വാർത്തയായതിന് പിന്നാലെയാണ് മുഖം രക്ഷിക്കലിന്റെ ഭാഗമായി വകുപ്പ് തല നടപടിക്ക് ഉത്തരവിട്ടത്. അതേസമയം ബിന്ദുവിന്റെ പരാതിയിലും അന്വേഷണം നടക്കും. DGPക്ക് നൽകിയ പരാതി ACPക്ക് കൈമാറി. പരാതിക്കാരി ഓമന ഡാനിയലിനെയും ചോദ്യം ചെയ്യും. ജനം, തിരുവനന്തപുരം. എരുമേലിയിൽ അമിതവില ചോദ്യം ചെയ്ത തീർത്ഥാടകനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. അക്രമിക്കെതിരെ മനഃപൂർവ്വമുള്ള ദേഹോപദ്രവം, അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് ആക്ഷേപിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി. തിരൂരങ്ങാടി സ്വദേശി സുമേഷ് നൽകിയ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രം നടപ്പന്തലിന് സമീപം അമിതവില ഈടാക്കിയത് ചോദ്യം ചെയ്ത ശബരിമല തീർത്ഥാടകരെ വ്യാപാരികൾ കയ്യേറ്റം ചെയ്ത സംഭവം ജനം TVയാണ് പുറത്തുവിട്ടത്. കയ്യേറ്റത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ എരുമേലി പോലീസ് കേസെടുത്തു. തിരൂരങ്ങാടി സ്വദേശി സുമേഷാണ് കയ്യേറ്റത്തിനിരയായത്. കണ്ടാലറിയാവുന്നയാൾക്കെതിരെയാണ് കേസ്. മനഃപൂർവ്വമുള്ള ദേഹോപദ്രവം, അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് ആക്ഷേപിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തി. തീർത്ഥാടകനെ ചീത്ത വിളിക്കുകയും പിടിച്ചു തള്ളുകയും പുറത്തു മർദ്ദിക്കുകയും ചെയ്തുവെന്ന് FIRൽ പറയുന്നു. എരുമേലി വലിയമ്പലം നടപ്പന്തലിലെ B4 ബാർ 2 എന്ന നമ്പറിട്ട കടയിൽ നിന്നാണ് ശബരിമല തീർത്ഥാടകന് മർദ്ദനമേറ്റത്. എരുമേലി സ്വദേശി നന്ദു അഖിൽ എന്നയാളുടെ പേരിലാണ് ഈ കടയുടെ ലൈസൻസ്. അബ്ദുൾ ഷമീൻ, റസൽ എന്നിവർ പങ്കാളികളാണ്. സംഭവത്തിന് പിന്നാലെ ശബരിമല അയ്യപ്പ സേവാ സമാജം പ്രവർത്തകർ കട അടപ്പിച്ചിരുന്നു. സംഭവം നടന്ന ഉടനെ തന്നെ പോലീസിൽ പരാതി നൽകിയ ശേഷം സുമേഷ് ദർശനം പൂർത്തിയാക്കി മടങ്ങിയിരുന്നു. വിശദമായ പരാതി ഇമെയിൽ വഴി വാങ്ങിയതിനു ശേഷമാണ് എരുമേലി പോലീസ് കേസെടുത്തത്. ജനം, കോട്ടയം.
വൈദ്യുതാഘാതമേറ്റ് ശബരിമല തീർത്ഥാടകൻ മരിച്ച സംഭവത്തിൽ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയ്ക്കെതിരെ ഹിന്ദു ഐക്യവേദി പ്രതിഷേധ ധർണ നടത്തി. പണമില്ലാത്ത ക്ഷേത്രമല്ല ശബരിമലയെന്നും അയ്യപ്പന്റെ ഭക്തരുടെ പണം അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉപയോഗിക്കണമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ് പറഞ്ഞു. സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കില്ലെങ്കിൽ ബോർഡ് പിരിച്ചുവിടണം, കെടുകാര്യസ്ഥത അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് വേടന്റെ പാട്ട്. മോദി കപട ദേശവാദിയെന്നും വാളെടുത്തവന്റെ കയ്യിൽ നാട് പാതി എന്നും വരികൾ. 5 വർഷം മുൻപാണ് പാട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സംഭവത്തിൽ ഇതുവരെ കേസെടുക്കാനോ വീഡിയോ നീക്കം ചെയ്യാനോ പോലീസ് തയ്യാറായിട്ടില്ല. അഞ്ച് വർഷം മുൻപ് ഒരു യൂട്യൂബ് ചാനലിലാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അങ്ങേയറ്റം അധിക്ഷേപിച്ചുള്ള വേടന്റെ പാട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. തൻ്റെ പേര് ഹിരൺ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ വേടൻ വേദിയിൽ പെട്ടെന്ന് പ്രധാനമന്ത്രിക്കെതിരെ പാടുകയായിരുന്നു. മോദി കപട ദേശവാദിയെന്നും വാളെടുത്തവന്റെ കയ്യിൽ നാട് പാതിയെന്നും പാടുന്ന പാട്ടിൽ ദേശദ്രോഹി, തീവ്രവാദി എന്നിങ്ങനെയും വരികൾ ഉണ്ട്. എന്നാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അങ്ങേയറ്റം മോശമായ രീതിയിൽ അധിക്ഷേപിച്ചിട്ടും പോലീസ് സംഭവത്തിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. മാത്രമല്ല യൂട്യൂബിൽ നിന്നും വീഡിയോയും റിമൂവ് ചെയ്തിട്ടില്ല. വേടന്റെ പാട്ടുകൾ ഹിന്ദു സമൂഹത്തിൽ ജാതി സ്പർദ്ധ ഉണ്ടാക്കി ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്നുവെന്ന വിമർശനവും ശ്രീലങ്കൻ പുലികളെ ഉൾപ്പെടെ വെള്ള പൂശുന്നുവെന്ന ആക്ഷേപവും നിലനിൽക്കുന്നതിനിടെയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പാട്ടുകളും പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാവുന്നുണ്ട്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. സംസ്ഥാനത്തെ സ്മാർട്ട് റോഡിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി മന്ത്രിമാർക്കിടയിൽ ഭിന്നത. സ്മാർട്ട് റോഡ് ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ഫോട്ടോ പതിച്ച പോസ്റ്ററുകൾ പതിപ്പിച്ചതിൽ എതിരഭിപ്രായമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. ഉദ്ഘാടന പോസ്റ്ററുകളിൽ നിന്ന് ഒഴിവാക്കിയതിൽ MP രാജേഷ് മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചു. അതേസമയം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാലാണ് ഉദ്ഘാടനത്തിന് എത്താൻ കഴിയാതിരുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഇക്കഴിഞ്ഞ 16-ാം തീയതിയാണ് സംസ്ഥാനത്തെ 14 ജില്ലകളിലെ പൂർത്തീകരിച്ച സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിച്ചത്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പതിപ്പിച്ച പോസ്റ്ററുകളിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ഫോട്ടോ മാത്രമാണ് ഉണ്ടായിരുന്നത്. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾക്ക് പുറമെ തദ്ദേശ വകുപ്പിന്റെ കൂടി 80 കോടി രൂപ വിനിയോഗിച്ചാണ് സ്മാർട്ട് റോഡുകൾ നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ ഉദ്ഘാടന സമയത്ത് തദ്ദേശ വകുപ്പിനെ വെട്ടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തി. അതിനുള്ള എതിരഭിപ്രായമാണ് മന്ത്രി MP രാജേഷ് മുഖ്യമന്ത്രിയെ അറിയിച്ചത്. 2 മന്ത്രിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതോടെയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതെ മാറുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. മന്ത്രി റിയാസിനെതിരെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് MP രാജേഷ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അതേസമയം ന്യായീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് എന്നാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. ജനം, തിരുവനന്തപുരം. പാലക്കാട് ഒറ്റപ്പാലത്ത് വെള്ളത്തിന് ഭീമമായ തുക ബില്ലായി അടയ്ക്കണമെന്ന നിർദ്ദേശം വാട്ടർ അതോറിറ്റി പിൻവലിച്ചു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ ജൽജീവൻ മിഷൻ കണക്ഷൻ ലഭിച്ചവർക്കായിരുന്നു ഉയർന്ന ബിൽ ലഭിച്ചത്. സംഭവം വാർത്തയായതിനു പിന്നാലെ വിഷയത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇടപെടുകയായിരുന്നു. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ എന്താണ് ഈ നിർദ്ദേശം പിൻവലിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റി വ്യക്തമാക്കിയത്? വീണ, ഈ മാന്നന്നൂരിലെ കുടുംബങ്ങൾക്ക് 10,000 രൂപ മുതൽ 85,000 രൂപ വരെ വെള്ളത്തിന് ബില്ല് ലഭിച്ചത് സംബന്ധിച്ച വാർത്ത നമ്മൾ ജനം TV ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വാട്ടർ അതോറിറ്റി ബില്ലായി തുക അടയ്ക്കണമെന്ന നിർദ്ദേശം പിൻവലിച്ചിരിക്കുന്നത്. കഴിഞ്ഞ
ജനുവരി മാസത്തിൽ ജൽ ജീവൻ മിഷൻ കണക്ഷൻ ലഭിച്ചവർക്കായിരുന്നു ഇത്തരത്തിൽ ഉയർന്ന ബിൽ തുക ലഭിച്ചത്. ഇവർക്ക് ആദ്യം ലഭിച്ചതൊക്കെ 80 രൂപയും അതുപോലെ തന്നെ 100 രൂപ അത്തരത്തിലൊക്കെ വാട്ടർ ബില്ല് വന്നിരുന്നുള്ളൂ. പെട്ടെന്നാണ് ഇവർക്ക് 10,000 രൂപ മുതൽ 85,000 രൂപ വരെ വെള്ളത്തിന് ബില്ല് വന്നത്. അതായത് സംഭവം പരിശോധിച്ചപ്പോൾ സാങ്കേതിക തകരാർ മൂലമാണ് ഇത്രയും തുക ബില്ലായിട്ട് വന്നത് എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ബില്ലായിട്ടുള്ള ഈ തുക അടയ്ക്കേണ്ട എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ അവർ പറയുന്നത്. അതായത് നേരത്തെ തുക അടയ്ക്കണം എന്ന് പറഞ്ഞ നിർദ്ദേശം വാട്ടർ അതോറിറ്റി പിൻവലിച്ചിരിക്കുകയാണ്. ഓക്കെ, ശരി അരുൺ. സംസ്ഥാനത്ത് പട്ടിക വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് കുറവില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ 5180 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഈ വർഷം ഇതുവരെ 295 കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. രാഷ്ട്രീയ ഇടപെടലും ഭീഷണിയും കാരണം പലപ്പോഴും ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ്. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 5180 കേസുകളാണ്. 2021 മുതൽ 2025 മാർച്ച് മാസം വരെയുള്ള കണക്കുകളാണ് ഇത്. പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് എതിരായ അക്രമം തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളാണ് ഇത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് 2023-ലാണ്. 1313 കേസുകളാണ് ആ വർഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2021-ൽ 1081 കേസുകളും 2022-ൽ 1222 കേസുകളും 2023-ൽ 1313 കേസുകളും 2024-ൽ 1269 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഈ വർഷം മാർച്ച് മാസം വരെയുള്ള കണക്കുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്തത് 295 കേസുകളാണ്. ഇക്കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കുറവ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2021-ലാണ് 1081 കേസുകളാണ് ആ വർഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജാതി അധിക്ഷേപം, ആക്രമണം, വധശ്രമം തുടങ്ങിയ കേസുകളാണ് ഏറിയ പങ്കും. മതിയായ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അഭാവത്തിൽ കേസുകൾ തള്ളിപ്പോകാറാണ് പതിവ്. ഇത് ശിക്ഷാ നിരക്കിൽ വലിയ തോതിൽ കുറവ് വരാനും കാരണമാകുന്നുണ്ട്. അതേസമയം വ്യക്തിവൈരാഗ്യം തീർക്കാൻ കെട്ടിച്ചമയ്ക്കുന്ന കേസുകളും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് വിവരം. കേസിന്റെ എണ്ണം കൂടാൻ ഇതും കാരണമാകുന്നുണ്ടെന്നും അഭിപ്രായമുണ്ട്. ജനം, തിരുവനന്തപുരം. കേരളത്തിൽ മതഭീകരവാദം തഴച്ചു വളരുന്നുവെന്ന് തുറന്നടിച്ച് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു. ചില ബിംബങ്ങളെ ഉപയോഗിച്ച് ഹൈന്ദവരെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. റാപ്പർ വേടനെ മതതീവ്ര സംഘടനകൾ കരുവാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിനെതിരെ ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി KP ശശികല ടീച്ചർ. പട്ടിക വിഭാഗത്തിലെ കുട്ടികൾ കള്ളും കഞ്ചാവും ഉപയോഗിച്ച് വേടന് പിന്നാലെ തുള്ളി നടന്നാൽ മതിയെന്നാണോ സർക്കാർ കരുതുന്നതെന്ന് ശശികല ടീച്ചർ ചോദിച്ചു. കോളനി എന്ന പേര് മാറ്റിയതുകൊണ്ട് കാര്യമില്ലെന്നും അവർക്ക് ഭൂമിയും വീടും നൽകണമെന്നും അവർ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. പട്ടിക വിഭാഗക്കാരോടുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഹിന്ദു ഐക്യവേദി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു ശശികല ടീച്ചർ. പട്ടികവർഗക്കാരുടെ ജനസംഖ്യ കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് കേരളത്തിലെന്ന് ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി. പേരുക്കടയിലെ ബിന്ദു നേരിട്ടത് വിവേചനപൂർണ്ണമായ വേട്ടയാടലാണ്. വനവാസികളെ വേട്ടയാടുകയും അടിച്ചു കൊല്ലുകയും ചെയ്യുന്ന സ്ഥലമായി കേരളം മാറിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണം അതിവേഗത്തിൽ നടത്താൻ സർക്കാർ നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉദ്ഘാടന പരിപാടികൾ നടത്താനാണ് സർക്കാർ നീക്കം. വിഴിഞ്ഞത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണായുധമാക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ശ്രമം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ പൂർണ്ണമായിട്ടും തെരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തുറമുഖ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനായി പ്രത്യേക തുകയും അനുവദിക്കും. തുറമുഖത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായി സംസ്ഥാന സർക്കാർ വിവിധ ഉദ്ഘാടനങ്ങൾ നടത്തിയിരുന്നു. പവർ സ്റ്റേഷന്റെ പ്രവർത്തനം ഉൾപ്പെടെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുള്ള ഉദ്ഘാടന പരിപാടിയായിരുന്നു. തുറമുഖത്തിന്റെ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവാണ്. തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് കഴിഞ്ഞ ദിവസം തന്നെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്ന പ്രഖ്യാപനവും ഉണ്ടായിരുന്നു. ഡിസംബർ മാസത്തിന് മുന്നേ തന്നെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്താനാണ് നിലവിലെ തീരുമാനം. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോൾ സംസ്ഥാന സർക്കാരിന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ പ്രചരണ പരിപാടികൾ ദൃഢമാക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡ് വിഭജനം പൂർത്തിയായി. അന്തിമ വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കി. ഇതോടെ സംസ്ഥാനത്ത് 1375 വാർഡുകളാണ് അധികമായി കൂട്ടിച്ചേർത്തത്.
വിഭജന പ്രകാരം ഏറ്റവും അധികം വാർഡുകളുള്ളത് മലപ്പുറം ജില്ലയിലാണ്. 223 വാർഡുകളാണ് പുതിയതായി രൂപീകരിച്ചത്. ഏറ്റവും കുറവ് വാർഡുകൾ പുതിയതായി ഉണ്ടായത് വയനാട് ജില്ലയിലാണ്, 33 എണ്ണം. 2021 സെൻസസ് നടക്കാത്തതിനാൽ 2011 ജനസംഖ്യാ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വാർഡുകൾ വിഭജിച്ച് അതിർത്തികൾ പുനർനിർണയിച്ചത്. പുതിയ വാർഡുകൾ വന്നതോടെ സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിലായി 17,337 വാർഡുകൾ ഉണ്ടാകും. വാർഡ് വിഭജനത്തിന്റെ കരട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിനുശേഷം പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ ഡിസംബർ 4 വരെ സമയവും അനുവദിച്ചിരുന്നു. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് വാർഡ് വിഭജനം നടപ്പിലാക്കിയത്. സംസ്ഥാനത്തെ 87 നഗരസഭകളുടെയും 6 കോർപ്പറേഷനുകളുടെയും വാർഡ് വിഭജനം സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം ഉടനെ പുറപ്പെടുവിക്കും എന്നാണ് വിവരം. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാർഡ് വിഭജനത്തിന്റെ അടിസ്ഥാനത്തിലാകും നടക്കുക. ജനം, തിരുവനന്തപുരം. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66-ൽ ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്തെ മേൽപ്പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടു. 50ഓളം മീറ്റർ ദൂരത്തിൽ വിള്ളൽ ഉണ്ടായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. വിള്ളൽ ഉണ്ടാകാനുള്ള കാരണമടക്കം പരിശോധിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. എറണാകുളം മൂഴിക്കുളത്ത് 3 വയസ്സുകാരി കല്യാണിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ സന്ധ്യയ്ക്കെതിരെ കൂടുതൽ മൊഴികൾ. സന്ധ്യ കൊലപാതകം നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെ എന്ന് സംശയിക്കാൻ തക്ക മൊഴികളാണ് പോലീസിന് ലഭിച്ചത്. മൂഴിക്കുളത്തേക്ക് പോകുന്നതിന് മുൻപ് ഈ പെൺകുഞ്ഞിനെയും കൊണ്ട് ആലുവ മണപ്പുറത്ത് സന്ധ്യ എത്തിയിരുന്നു. മകൾക്കൊപ്പം അമ്മയെ സംശയാസ്പദമായ രീതിയിലാണ് കാണപ്പെട്ടതെന്ന് ഒരു ഓട്ടോ ഡ്രൈവറും സാക്ഷ്യപ്പെടുത്തി. മൂഴിക്കുളത്തേക്ക് പോകുന്നതിനു മുൻപ് സന്ധ്യ മകൾ കല്യാണിയുമായി ആലുവ മണപ്പുറത്തെത്തിയതിലാണ് സംശയം നിലനിൽക്കുന്നത്. പെരിയാറിൽ കുഞ്ഞിനെ എറിയുക എന്നതായിരുന്നോ പ്രതിയുടെ ഉദ്ദേശമെന്നതിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ആലുവ മണപ്പുറത്ത് സംശയാസ്പദമായ രീതിയിൽ സന്ധ്യയെയും മകളെയും കണ്ടിരുന്നുവെന്ന് ഓട്ടോ ഡ്രൈവർ മൊഴി നൽകി. മണപ്പുറത്ത് സന്ധ്യ എത്തിയത് കുഞ്ഞിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണെന്നാണ് ഈ മൊഴി വിരൽ ചൂണ്ടുന്നത്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. കുട്ടികളെ അകാരണമായി അടിക്കുകയും വഴക്കു പറയുകയും ചെയ്യുന്ന സന്ധ്യയോട് മക്കൾ രണ്ടുപേരും അടുപ്പം പുലർത്തിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി സൗമ്യമായാണ് കുട്ടികളോട് സന്ധ്യ പെരുമാറിയിരുന്നത്. ഇത് താൻ വിളിച്ചാൽ മകൾ വരുന്നതിനു വേണ്ടി സന്ധ്യ മുൻകൂട്ടി ആസൂത്രണം നടത്തിയതാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ബന്ധുക്കളുടെ മൊഴിയെടുപ്പിനു പുറമെ സന്ധ്യയെ കസ്റ്റഡിയിൽ കിട്ടുന്ന മുറയ്ക്ക് കൊലപാതക കാരണം സംബന്ധിച്ച് അന്വേഷണ സംഘം കൂടുതൽ വ്യക്തത വരുത്തും. 18-ന് വൈകുന്നേരം 3:30-യോടെയാണ് 3 വയസ്സുകാരിയായ കല്യാണിയെ കാണാതാകുന്നത്. അങ്കനവാടിയിൽ നിന്നും മകളെ വിളിച്ചുകൊണ്ടുവരവെ മൂഴിക്കുളത്തെത്തിച്ച് അമ്മ സന്ധ്യ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊല്ലുകയായിരുന്നു. ജനം, കൊച്ചി. തിരുവനന്തപുരത്ത് മകൻ അമ്മയെ ചവിട്ടിക്കൊന്നു. മരിച്ചത് നെടുമങ്ങാട് സ്വദേശി ഓമനയാണ്. മകൻ മണികണ്ഠൻ പോലീസിന്റെ പിടിയിലായി. മദ്യപിച്ചു വന്ന മണികണ്ഠൻ അമ്മയെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മരിച്ച ഓമനയുടെ പല്ലുകൾ പൊട്ടിയിരുന്നതായും പോലീസ് പറഞ്ഞു. തിരുവനന്തപുരം നെടുമങ്ങാട് തേക്കടയിലാണ് സംഭവം. മദ്യലഹരിയിലെത്തിയ മകൻ മണികണ്ഠൻ അമ്മ ഓമനയെ അതിക്രൂരമായി മർദ്ദിക്കുകയും മർദ്ദനത്തിനിടയിൽ ചവിട്ടേറ്റ് അമ്മ മരിക്കുകയാണ് ചെയ്തത്. ഗുരുതരമായി പരിക്ക് പറ്റിയ ഓമനയെ മകളും ചെറുമകനും ചേർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. മദ്യലഹരിയിലായിരുന്ന മണികണ്ഠൻ വീട്ടിലെത്തിയ അമ്മയുമായി തർക്കമുണ്ടാവുകയും രാത്രി 10 മണിയോടുകൂടി അമ്മയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് ലഭിക്കുന്ന വിവരം. മണികണ്ഠൻ ഭാര്യയും മക്കളുമായി ഒറ്റയ്ക്ക് പിണങ്ങി താമസിക്കുകയാണ്. നാട്ടുകാരെത്തുമ്പോഴേക്കും അമ്മ മർദ്ദനമേറ്റിരുന്നു. അമ്മ ഓമനയുടെ പല്ലുകൾ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. നിലവിൽ മകൻ മണികണ്ഠനെ വട്ടപ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തു. ജനം, തിരുവനന്തപുരം. കൊല്ലം ചിതറയിൽ 5-അംഗ ലഹരി സംഘം യുവാവിനെ കുത്തിക്കൊന്നു. തുമ്പമൺതൊടി സ്വദേശി സുജിനാണ് കൊല്ലപ്പെട്ടത്. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനും പരിക്കേറ്റു. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി തുമ്പമൺതൊടി കാരർകുന്നിന് സമീപമാണ് സംഭവം. രാത്രി 10:30-യോടെ പ്രതികളിൽ 2 പേർ സുജിനും അനന്തവുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടു. തുടർന്ന് ഇരുകൂട്ടരും പിരിഞ്ഞുപോയി. 11 മണിയോടെ തുമ്പമൺതൊടിയിൽ സുഹൃത്തുക്കളുമായി ക്യാരംസ് കളിച്ചതിനു ശേഷം മടങ്ങിയ സുജിനെയും അനന്തുവിനെയും സംഘം ആക്രമിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് ബൈക്ക് തടഞ്ഞു നിർത്തി സുജിന്റെ വയറ്റിൽ കത്തി കൊണ്ട് കുത്തി. തടയാൻ ശ്രമിച്ച അനന്തുവിന്റെ മുതുകിലാണ് കുത്തിയത്. 2 പേരെയും ആദ്യം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സുജിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പ്രതികളുടെ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഈ കൊല ചെയ്തിരിക്കുന്ന ഈ പ്രതികൾ എന്ന് പറയുന്നത് ഇവിടെ നിരവധി കഞ്ചാവ് കച്ചവടത്തിലും എല്ലാം ഏർപ്പെട്ടിരിക്കുന്നതാണ്. പല പ്രാവശ്യവും ഈ ഉണ്ണിക്കുട്ടൻ ഈ കഞ്ചാവ് ഇവരുടെ വിൽപ്പന, ഈ പ്രതികളുടെ കഞ്ചാവ് വിൽപ്പനയ്ക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതിലുള്ള വൈരാഗ്യ നിമിത്തമാണ് പല ദിവസവും ആക്രമിക്കാൻ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായിട്ട് ഈ ഉണ്ണിക്കുട്ടൻ നമ്മളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കഞ്ചാവ് ലോബിക്കെതിരെ തിരിഞ്ഞതിന്റെ ഒരു ഭാഗമായിട്ടാണ് യഥാർത്ഥത്തില് ഈ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നത്.
സംഭവത്തിൽ 5 പേരെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു. തുമ്പമൺതൊടി സ്വദേശികളായ വിവേക്, സൂര്യജിത്ത്, ബിജു, മഹി, വിജയ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രദേശത്തെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോഴും പ്രതികൾ പ്രശ്നമുണ്ടാക്കിയിരുന്നു. പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതിന്റെ മുൻവൈരാഗ്യം കൊലപാതകത്തിന് കാരണമായി എന്ന് എഫ്ഐആറിൽ പറയുന്നു. സുജിനെ കുത്തിയത് 1-ാം പ്രതി സൂര്യജിത്താണ്. 3 പ്രതികൾ ചേർന്ന് കുത്താനായി ബലമായി പിടിച്ചു വെച്ചു കൊടുത്തു. സുജിനൊപ്പം ഉണ്ടായിരുന്ന അനന്തുവിനെ കുത്തിയത് 2-ാം പ്രതിയായ ലാലു. പരിക്കേറ്റ അനന്തു ചികിത്സയിൽ തുടരുകയാണ്. ഇരുവരെയും കൊലപ്പെടുത്താനായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നും എഫ്ഐആറിൽ പറയുന്നു. പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ജനം, കൊല്ലം. സാങ്കേതിക സർവകലാശാല മുൻ VC ഡോക്ടർ സിസ തോമസിനോട് സർക്കാരിന് വിരോധം എന്തിനെന്ന് ഹൈക്കോടതി. പെൻഷൻ അടക്കമുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാത്ത നടപടിയിലാണ് ഹൈക്കോടതിയുടെ ചോദ്യം. വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാത്ത സർക്കാർ നടപടിക്കെതിരായ റിട്ടയർഡ് VC സിസ തോമസിന്റെ ഹർജി പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യം സർക്കാരിനോട് ആരാഞ്ഞത്. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. രേഷ്മ, എന്താണ് ഹൈക്കോടതി ഇടപെട്ട് ചോദിച്ച ചോദ്യങ്ങൾ? ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC കൂടിയായിട്ടുള്ള സിസ തോമസിന് നേരത്തെയുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ നിഷേധിച്ചിരുന്നു. തുടർന്ന് ഇവർ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. ഈ ഹർജി പരിഗണിച്ച സമയത്താണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് സിസ തോമസിനോട് സംസ്ഥാന സർക്കാരിന് എന്താണ് വിരോധം? ഈ പെൻഷൻ അടക്കമുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാത്ത നടപടി അത് എന്തുകൊണ്ടാണ്? ഗവർണർ ഏൽപ്പിച്ച ജോലിയാണല്ലോ സിസ തോമസ് ചെയ്യുന്നതെന്നും ഡിവിഷൻ ബെഞ്ച് ചോദ്യം എന്നുള്ള രീതിയിൽ സർക്കാരിനോട് ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഈ ഹർജി, അതായത് വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാത്ത സംസ്ഥാന സർക്കാരിന്റെ നടപടി അത് നിയമവിരുദ്ധമാണെന്ന് ചോദ്യം ചെയ്തുകൊണ്ട് സിസ തോമസ് നൽകിയ ഹർജി സിംഗിൾ ഡിവിഷൻ ബെഞ്ച് നാളെ വീണ്ടും പരിഗണിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ടുള്ള മറുപടി ഡിവിഷൻ ബെഞ്ചിൽ നൽകേണ്ടി വരും. പ്രത്യേകിച്ച് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ആനുകൂല്യങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ നിഷേധിക്കുന്നത്? കേവലം ഒരു പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ആനുകൂല്യ നിഷേധം തനിക്കെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്നുള്ള ഒരു വാദമാണ് സിസ തോമസ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ സർക്കാരിന് നേരെ ഉന്നയിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ കൃത്യമായിട്ടുള്ള മറുപടി അടുത്ത ദിവസങ്ങളിൽ സർക്കാർ നൽകിയേ മതിയാകൂ. വീണ. ഓക്കെ, ശരി രേഷ്മ. കോഴിക്കോട്ട് വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട. 300 ഗ്രാം MDMA-യുമായി യുവാക്കൾ പിടിയിൽ. കോഴിക്കോട് പൊക്കുന്ന് സ്വദേശികളായ നവാസ്, ഇംതിയാസ് എന്നിവരാണ് പിടിയിലായത്. ഡാൻസ് ഓഫ് സംഘവും ഫറോക്ക് പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പൊക്കുന്ന് സ്വദേശി നവാസ്, കൊളങ്ങർപീടിക സ്വദേശി ഇംതിയാസ് എന്നിവരാണ് പിടിയിലായത്. രാമനാട്ടുകര പാലത്തിനടിയിൽ വെച്ച് ഫറോക്ക് പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത്. കൊണ്ടോട്ടി ഭാഗത്തു നിന്നും അമിത വേഗതയിൽ മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ടാറ്റ സഫാരി വാഹനത്തിലാണ് ഇവർ എത്തിയത്. വാഹന പരിശോധനയ്ക്കിടയിൽ പോലീസിനെ വെട്ടിച്ചു കടന്നു കളയാൻ ശ്രമിച്ച കാർ വളരെ സാഹസികമായാണ് പോലീസ് തടഞ്ഞു നിർത്തിയത്. ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വൻ അളവിൽ MDMA എത്തിക്കുന്നതിൽ പ്രധാനിയാണ് നവാസ് എന്ന് പോലീസ് പറഞ്ഞു. ഏറെ നാളായി പോലീസിന്റെയും ഡാൻസ് ഓഫിന്റെയും നിരീക്ഷണത്തിലായിരുന്നു നവാസ്. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 2 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കും. ജനം, കോഴിക്കോട്. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഷബീർ, ജാഫർ, നിയാസ് എന്നിവർക്കായാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. കൊടുവള്ളി സ്വദേശി അനൂസ് റോഷനെ വീട്ടിൽ നിന്നും ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് കാറിലും ബൈക്കിലുമായി എത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. ശനിയാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയ സംഘം മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചാണ് 21-കാരനായ അനൂസിനെ തട്ടിക്കൊണ്ടുപോയത്. ബൈക്ക് ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഗൾഫിലുള്ള അനൂസിന്റെ സഹോദരൻ അജ്മൽ റോഷനുമായുള്ള സാമ്പത്തിക ഇടപാടുകളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ്. അജ്മൽ 1.5 മാസം മുമ്പ് ദുബായിൽ നിന്നും നാട്ടിലെത്തിയിരുന്നു. എന്നാൽ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലെന്നും കുടുംബം പറഞ്ഞിരുന്നു. പ്രതികളെത്തിയ മലപ്പുറം കാറിന്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു. ജനം, കോഴിക്കോട്. കർമ്മ മണ്ഡലത്തിൽ ജീവൻ ത്യജിച്ച ധീരവനിത സിസ്റ്റർ ലിനിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 7 ആണ്ട്. നിപ എന്ന ഭീകരരോഗം കേരളത്തെ ആകെ ഭയത്തിന്റെ മുൾമുനയിൽ കൊരുത്തിട്ട ദിനങ്ങളിൽ സധൈര്യം രോഗികളെ ശുശ്രൂഷിക്കാൻ മുന്നിട്ടിറങ്ങിയ നഴ്സായിരുന്നു ലിനി. പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ നഴ്സായിരുന്ന ലിനി 2018 മെയ് 21-നാണ് മരണത്തിന് കീഴടങ്ങിയത്. കോഴിക്കോട് ജില്ലയിലെ ചങ്ങരോത്ത് ഗ്രാമത്തിൽ സൂപ്പിക്കട എന്ന പ്രദേശത്തെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെയാണ് നിപ വൈറസ് അന്ന് ബാധിച്ചത്. ഇവരെ ശുശ്രൂഷിക്കുന്നതിനിടെയാണ് ലിനിക്കും രോഗം സ്ഥിരീകരിച്ചത്. മരണക്കിടക്കയിൽ വെച്ച് ലിനി ഭർത്താവിന് എഴുതിയ കത്ത് അന്ന് കേരളത്തെ ആകെ കരയിച്ചിരുന്നു.
CPI പ്രാദേശിക നേതാവിന്റെ ശുപാർശയിൽ വില്ലേജ് ഓഫീസർമാർക്ക് സ്ഥലം മാറ്റം നൽകി എറണാകുളം ഡെപ്യൂട്ടി കളക്ടറെ സംരക്ഷിച്ച് അധികൃതർ. ചട്ടലംഘനത്തിനെതിരെ പരാതി നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. രാഷ്ട്രീയ സമ്മർദ്ദ ഫലമായി ഡെപ്യൂട്ടി കളക്ടറെ സംരക്ഷിക്കുന്ന നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. CPI തൃക്കാക്കര മണ്ഡലം സെക്രട്ടറി സന്തോഷ് ബാബുവിന്റെ ആവശ്യപ്രകാരം 2 വില്ലേജ് ഓഫീസർമാരെ എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ സ്ഥലം മാറ്റിയ നടപടി വലിയ വിവാദമായിരുന്നു. ഇത് സർക്കാരിന് നാണക്കേടാകുന്നതിനൊപ്പം പ്രതിഷേധവുമായി NGO സംഘം കൂടിയെത്തിയതോടെ ഉത്തരവ് തിരുത്തി അധികൃതർ തലയൂരി. പക്ഷേ ഗുരുതരമായ ചട്ടലംഘനം നടന്നിട്ടും ഇതിനെ ലാഘവത്തോടെ കാണുകയാണ് അധികൃതർ. ഒപ്പം ഭരണതലത്തിലെ ശക്തമായ രാഷ്ട്രീയ ഇടപെടലും ഇതിന് പിന്നിലുണ്ട്. മാനദണ്ഡങ്ങൾ കാറ്റിപ്പറത്തിക്കൊണ്ട് നടപടികൾക്ക് വിരുദ്ധമായി സ്ഥലമാറ്റ ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ ലാൻഡ് റവന്യൂ കമ്മീഷണറെ കണ്ടു, നിവേദനം നൽകി. കേരള NGO സംഘ നേതൃത്വത്തിൽ നിവേദനം നൽകിയെങ്കിലും ഇപ്പോഴും ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. വിഷയത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് പലതവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അധികൃതരുടെ ഈ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് NGO സംഘിന്റെ തീരുമാനം. ഇത്തരത്തില് സർക്കാരിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരെ മാത്രം പീഡിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഏതൊരു സ്ഥലത്തേക്കും സ്ഥലമാറ്റം നടത്തുന്ന ഈ സർക്കാർ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് ജീവനക്കാരുടെ. ഇത്തരത്തില് നടപടി ചട്ടവിരുദ്ധമായി സ്ഥലമാറ്റം ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കേരള NGO സംഘം ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്. ഗുരുതരമായ ചട്ടലംഘനം നടത്തിയ എറണാകുളം ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ നടപടി ഉണ്ടാകും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും NGO സംഘ നേതാക്കൾ അറിയിച്ചു. ജനം, കൊച്ചി. കൈക്കൂലി കേസിൽ ED ഉദ്യോഗസ്ഥരെതിരായ കേസിൽ ഇരുട്ടിൽ തപ്പി വിജിലൻസ്. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ തെളിവില്ലെന്ന് വിജിലൻസ് SP S ശശിധരൻ. പരാതിക്കാരന്റെ മൊഴിയിലാണ് ED ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിയാക്കിയതെന്നും വിജിലൻസ്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ശ്രമം. കേസൊതുക്കാൻ ED ഉദ്യോഗസ്ഥർ 2 കോടി രൂപ ഏജന്റുമാർ വഴി കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്ന വ്യവസായി അനീഷ് ബാബുവിന്റെ പരാതിയിലായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കിയത്. എന്നാൽ ED ഉദ്യോഗസ്ഥനെതിരെ തെളിവുകളൊന്നും കണ്ടെത്താൻ വിജിലൻസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതാണ് വിജിലൻസ് റേഞ്ച് SP S ശശിധരൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശേഖർ കുമാറിനെ പ്രതിയാക്കിയതെന്നും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണെന്നും വിജിലൻസ് SP S ശശിധരൻ പറഞ്ഞു. അന്വേഷണത്തിലാണ് ഞങ്ങൾ CCയുള്ള ഗാഡ്ജറ്റ്സ് എല്ലാം ഞങ്ങൾ അന്വേഷണത്തിന് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടണം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. FS റിപ്പോർട്ട് അതിപ്പോൾ എക്സാക്ട് ഡേറ്റ് പറയാൻ കഴിയില്ല. അധികം വൈകാതെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതിപ്പോൾ പല വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പരിശോധിക്കണം അത്. ED ഉദ്യോഗസ്ഥനെതിരായ ആരോപണങ്ങൾ തള്ളി ED വാർത്താക്കുറിപ്പും പുറത്തിറക്കിയിരുന്നു. കള്ളപ്പണ കേസിൽ അന്വേഷണം നേരിടുന്ന അനീഷ് ബാബുവിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ED വ്യക്തമാക്കിയിരുന്നു. ED ഉദ്യോഗസ്ഥൻ നേരിട്ട് പണം ആവശ്യപ്പെട്ടതിന്റെയോ അറസ്റ്റിലായ ഏജന്റുമാരുമായി ബന്ധപ്പെട്ടതിനോ തെളിവുകളില്ല. ഇതോടെ EDയെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ച വിജിലൻസ് ഇരുട്ടിൽ തപ്പുകയാണ്. ജനം, കൊച്ചി. മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടാനുള്ള ദൗത്യം 7ാം ദിനത്തിലും തുടരുന്നു. നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു. കടുവയുടെ കൂടുതൽ ദൃശ്യങ്ങൾ ക്യാമറയിലില്ല. ഇന്ന് മഞ്ഞൾപ്പാറ, കേരള എസ്റ്റേറ്റ്, CT എസ്റ്റേറ്റ് എന്നീ ഭാഗങ്ങളിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കും. 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറ കൂടി സ്ഥാപിച്ചു. 3 കൂടുകളും പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. തെർമൽ ഡ്രോൺ നിരീക്ഷണവും നടത്തുന്നുണ്ട്. 20 പേരടങ്ങുന്ന 3 സംഘങ്ങളായാണ് RRT സംഘം പരിശോധന നടത്തുന്നത്. കടുവാപ്പേടിയിൽ മാനന്തവാടി, പിലാക്കാവ്, മണിയൻകുന്ന് സ്വദേശികൾ. പലതവണ പ്രദേശവാസികൾ സ്ഥലത്ത് കടുവയെ കണ്ടിരുന്നു. 3 ദിവസങ്ങൾക്ക് മുൻപാണ് പ്രദേശവാസി മൊബൈൽ ഫോണിൽ കടുവയുടെ ദൃശ്യം പകർത്തിയത്. മണിയൻകുന്ന് പ്രദേശത്ത് തേയിലത്തോട്ടത്തിന് സമീപമാണ് ഞായറാഴ്ച വൈകിട്ട് കടുവയെ കണ്ടത്. പ്രദേശവാസിയായ വട്ടക്കുനി ബിജു ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. സമീപകാലത്തായി നിരവധി വളർത്തുമൃഗങ്ങളെ വന്യമൃഗം പിടികൂടിയിരുന്നു. പരാതിയുമായി വനംവകുപ്പിനെ സമീപിച്ചപ്പോൾ പട്ടിക്കടുവയാണ് എന്ന നിലപാടാണ് വനംവകുപ്പ് സ്വീകരിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. നിരവധി വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവയെ കാട്ടിലേക്ക് തുരത്തി പ്രദേശത്ത് സുരക്ഷ ഒരുക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. നഗരസഭ ഇടപെട്ട് നിർബന്ധിച്ചാണ് ഇത്രയെങ്കിലും കാട് വെട്ടിയൊഴിവാക്കി. ഇനിയും കാട് ഇഷ്ടംപോലെ വെട്ടിയൊഴിവാക്കാനുണ്ട്. ഈ കാടുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നവർ വെട്ടാത്തതുകൊണ്ടാണ് ഈ കടുവകൾ പോലെ ആനയും മറ്റുള്ള മൃഗങ്ങളുടെ ശല്യവും ഒരുപാട് വരുന്നുണ്ട്. ഇത് ശാസ്ത്ര എസ്റ്റേറ്റിൻ്റെ സ്ഥലമാണ് ഇപ്പോൾ ഉള്ളത്. തൃശ്ശൂർക്കാരുള്ളൊരു ശാസ്ത്രത്തിൽ അവരോട് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല വെട്ടാൻ. അങ്ങനെയൊക്കെയാണ്. പിന്നെ നാട്ടുകാർ കയറി വെട്ടുന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയോണ്ട് മാത്രം ഇടപെട്ടാണ് ഇത്രയെങ്കിലും വെട്ടി ഒഴിവാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട്
ഈ പറയുന്ന കടുവയുടെയും അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ആനയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ശല്യം രൂക്ഷമായൊരു കടുവയുടെ കാര്യത്തിൽ മുൻകാലങ്ങളിലൊക്കെ ഈ കടുവ ഇവിടെ ശല്യക്കാരനാണ് എന്നുള്ള നിലയിൽ പലതരത്തിലുള്ള വാർത്തകൾ വന്നെങ്കിലും കാര്യക്ഷമമായിട്ട് ഇടപെടാൻ ഉദ്യോഗസ്ഥർ തയ്യാറല്ല. ഇന്ന് തന്നെ ഇവിടെ എത്തിയിട്ടുള്ള കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ഇത് ഇവിടെയുള്ള കടുവയാണ്, നിങ്ങൾക്കറിയുന്നതല്ലേ എന്ന് ചോദിക്കുന്നത്. ആർക്കറിയുന്ന? ഇവിടുത്തെ പ്രദേശവാസികൾ പലതരത്തിൽ വളർത്തുമൃഗങ്ങളെയും മറ്റും കടിച്ചു കൊണ്ടുവന്ന സമയത്ത് പരാതിപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ട് പോലും അവർ വളരെ ഈ സംഭവത്തെ വളരെ നിസ്സാരവൽക്കരിക്കുകയാണ്. ഇവിടുത്തെ പ്രദേശവാസികളുടെ സ്വസ്ഥമായ ജീവിതത്തിന് വലിയ ഭംഗമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായിട്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ വരും ദിവസങ്ങളിൽ നടത്തുവാൻ വേണ്ടിയിട്ടാണ് പ്രദേശവാസികൾ തീരുമാനിച്ചിട്ടുള്ളത്. കടുവയ്ക്ക് പുറമെ പ്രദേശത്ത് ആന അടക്കമുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് സ്ഥിരമാണ്. ജനവാസ മേഖലയിലെ സ്വകാര്യ തോട്ടങ്ങൾ കാടുകയറി നിൽക്കുന്നതാണ് വന്യജീവി ശല്യം രൂക്ഷമാക്കാൻ പ്രധാന കാരണം. ജനം, വയനാട്. കൊല്ലം കടക്കിലിൽ വയോധികയ്ക്ക് നേരെ കാട്ടുപന്നി ആക്രമണം. കുമ്മിൾ സ്വദേശി ശാന്തയെയാണ് ആക്രമിച്ചത്. കൈക്ക് ഗുരുതര പരിക്കേറ്റു. രാവിലെ വീടിന് സമീപം തുണി കഴുകുമ്പോഴായിരുന്നു കാട്ടുപന്നി ആക്രമിച്ചത്. പരിക്കേറ്റ വയോധികയെ ആദ്യം കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണം രൂക്ഷമാകുമ്പോഴും RRT സംഘത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ വനംവകുപ്പ്. കാട്ടാന പ്രതിരോധത്തിന് RRTയുടെ കയ്യിലുള്ള കാട്ടിൽ നിന്ന് വെട്ടിയ വടികൾ മാത്രമാണുള്ളത്. ആകെയുള്ള ഒരു വാഹനത്തിന് ഇന്ധനം നിറച്ച പണം പോലും വകുപ്പ് നൽകിയിട്ടില്ല. വാഹനം സർവീസ് ചെയ്യുന്നതും ഇന്ധനം നിറയ്ക്കുന്നതും നിലവിൽ ഉദ്യോഗസ്ഥർ പണം കടം വാങ്ങിയാണ്. ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാട്ടാനാക്രമണം രൂക്ഷമായ ചിന്നക്കനാലിൽ നിരവധി ആളുകളുടെ മനുഷ്യജീവൻ പൊലിഞ്ഞ സാഹചര്യത്തിലാണ് വനംവകുപ്പ് മന്ത്രി നേരിട്ടിടപെട്ട് പ്രത്യേക RRT സംഘത്തെ നിയോഗിച്ചത്. വാഹനവും മറ്റെല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് RRT സംഘത്തെ പ്രഖ്യാപിച്ചതെങ്കിലും വാഹനമെത്തിച്ച് ഒരു സംഘത്തെ നിയോഗിച്ചു എന്നതല്ലാതെ മറ്റൊരു സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടില്ല. വാഹനത്തിന് ഇന്ധനം നിറയ്ക്കുന്നതിന് പോലും വകുപ്പിൽ നിന്ന് പണം അനുവദിക്കുന്നില്ല. വാഹനത്തിന് ഇന്ധനം നിറച്ച ഇനത്തിൽ കഴിഞ്ഞ മാർച്ച് വരെ 55,000 രൂപയാണ് കുടിശ്ശികയുള്ളത്. വാഹനത്തിന്റെ സർവീസ് നടത്തിയതിൽ 23,000-ഉം ടയർ മാറിയ ഇനത്തിൽ 35,000 രൂപയും വകുപ്പ് നൽകാനുണ്ട്. നിലവിൽ ഈ തുകയാകെ ഉദ്യോഗസ്ഥർ കണ്ടെത്തേണ്ട അവസ്ഥയിലാണ്. ഇതുകൂടാതെ കാട്ടാനകളെ തുരത്താൻ പടക്കവും മറ്റും വാങ്ങിയ ഇനത്തിൽ 10,000 രൂപയും സർക്കാർ നൽകണം. കാട്ടാനയെ ഓടിക്കുന്നതിന് വേണ്ടി പടക്കങ്ങൾ പോലും നാട്ടുകാരും ചില സംഘടനകളുമാണ് എത്തിച്ചു നൽകുന്നത്. RRT സംഘത്തിലുള്ള വാച്ചർമാരുടെ കയ്യിൽ ആകെയുള്ളത് കാട്ടിൽ നിന്ന് വെട്ടിയെടുത്ത ഈ വടികൾ മാത്രമാണ്. രാത്രികാലത്ത് ആനയെ നിരീക്ഷിക്കാൻ വെളിച്ചമുള്ള ടോർച്ചോ ഹെഡ്ലൈറ്റുകളോ ഇവരുടെ പക്കലില്ല. ചുരുക്കി പറഞ്ഞാൽ പേരിനൊരു RRT സംഘം മാത്രമാണ് ചിന്നക്കനാലിലുള്ളത്. RRT ആരംഭിച്ചതിന് ശേഷം ഇതുവരെയും ഇവർക്ക് യൂണിഫോം നൽകിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. വനം വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച RRTയിൽ ആകെയുള്ളത് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് പണം മുടക്കി ഓടിക്കുന്ന ഒരു വാഹനം മാത്രമാണ് എന്നതാണ് സത്യം. ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ RRT സംഘത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ അടിയന്തരമായി ഒരുക്കേണ്ടതുണ്ട്. പക്ഷേ ഈ സൗകര്യങ്ങളെല്ലാം ആരൊരുക്കുമെന്ന ചോദ്യം മാത്രം ബാക്കി. ജനം, ഇടുക്കി. പ്രിയ താരം ലാലേട്ടന് ഇന്ന് 65-ാം പിറന്നാൾ. ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായി ഇന്നും യൗവനപ്രഭയിലാണ് അഭിനയത്തിന്റെ 6ാം തമ്പുരാൻ. പ്രിയ താരത്തിന്റെ പിറന്നാൾ സുദിനം ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് ആരാധകരും ചലച്ചിത്ര ലോകവും. ലാലേട്ടൻ എത്ര തലമുറകളുടെ സ്വപ്ന നായകൻ, ഇനി എത്ര തലമുറകളുടെ വീരനായകൻ. കരയിപ്പിച്ചും കയ്യടിപ്പിച്ചും വിസ്മയിപ്പിച്ചും ബെൻസായും ഷൺമുഖനായും ഒറ്റയാനായും ബോക്സ് ഓഫീസ് തൂക്കിയ തുടരും തിയേറ്ററുകളിൽ ആഘോഷവും ആരവവും തീർക്കുമ്പോഴാണ് അഭിനയത്തിൻ്റെ സകല ആടയാഭരണങ്ങളും അണിഞ്ഞ് 65-ന്റെ തിടമ്പേറ്റി ലാലിസം കുമ്പു കുലുക്കി നിൽക്കുന്നത്. ഒരു വശത്തേക്ക് തോളൽപ്പം ചിരിച്ച് മനം മയക്കുന്ന കള്ളച്ചിരിയുമായി എത്തിയ കാൽപ്പനിക നായകനെ എത്ര പ്രണയിച്ചാലാണ് മതിവരിക.
പൊള്ളുന്ന ജീവിതാനുഭവങ്ങളുടെ പരിഭവങ്ങളിൽ പൊട്ടിത്തെറിച്ച ക്ഷുഭിത യൗവനത്തെ എത്ര ആരാധിച്ചാലാണ് കുതിതീരുക. മീശ പിരിച്ച് കൈ ചുരുട്ടി എതിരാളികളെ നിലം പരിശാക്കിയ വീരനായകനെ എത്ര ആർപ്പ് വിളിച്ചാണ് വരവേൽക്കാനാവുക. ആയിരത്തി 1960 മെയ് 21 പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ ജനനം. 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ അഭ്രപാളിയിൽ അരങ്ങേറ്റം. പിന്നെ സമ്മാനിച്ചത് പൂക്കാലത്തിന്റെ എത്രയെത്ര വസന്തോത്സവങ്ങൾ. സത്യനാഥനായും മംഗലശ്ശേരി നീലകണ്ഠനായും ജോജിയായും സേതുമാധവനായും ദാസനായും ആടുതോമയായും രഘുരാമനായും ജഗന്നാഥനായും സാഗർ ഏലിയാസ് ജാക്കിയായും അബ്രഹാം ഖുറേഷിയായും ഒടുവിൽ ഷൺമുഖനായും പകർന്നാടിയത് ഇങ്ങനെ നിരവധി അനവധി. തിരയിൽ നിറഞ്ഞ ലാലേട്ടനെ ഉള്ളുനിറയെ സ്നേഹിച്ചു മലയാളം. പാടിയ പാട്ടുകളെയും ഹൃദ്യമായി ഏറ്റുചൊല്ലി. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. റോസിലൂടെ സംവിധായകനായും മികവ് കാട്ടി. ഭരത് പത്മശ്രീ ലഫ്റ്റനന്റ് കേണൽ. അഭിനയത്തിന് ആസ്വാദക ലോകവും രാജ്യവും നൽകിയ പുരസ്കാരങ്ങളും ഇങ്ങനെ എത്രയെത്ര. മലയാളത്തിന്റെ പുണ്യത്തിന് 65-ലും നന്ദി ചെറുപ്പം. കാലത്തെ നോക്കി കണ്ണുറുക്കി ചിരിക്കുന്നു ലാലേട്ടൻ. ഒപ്പം നമ്മളും തുടരും ഈ അഭിനയ മികവ്. ലാലേട്ടന് ജനം കുടുംബത്തിന്റെ ജന്മദിനാശംസകൾ. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലുള്ള ഐറ്റം. ന്യൂസ് ഡെസ്ക് ജനം. മോഹൻലാലിന് ജന്മദിന സമ്മാനമായി തൃശൂർ പ്ലാവിൻ തോട്ടത്തിലെ ചക്ക ചിത്രമൊരുക്കി ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ്. വിവിധ ഇനങ്ങളിലും നിറങ്ങളിലുമുള്ള ചക്കച്ചുള, ചക്കക്കുരു, ചക്കപ്പോള, ചക്കമടൽ തുടങ്ങി ചക്കയുടെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് മോഹൻലാലിന്റെ മുഖം സുരേഷ് ഒരുക്കിയത്. പിറന്നാൾ ആഘോഷിക്കുന്ന മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിന്റെ ചിത്രം ചെയ്തിരിക്കുന്നത് 65 ഇനം പ്ലാവുകളുള്ള തോട്ടത്തിന്റെ നടുവിലാണ് എന്നതാണ് ചിത്രത്തിന്റെ സവിശേഷത. പശ്ചാത്തലത്തിൽ പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള പ്ലാവിലകളും കൊണ്ട് അലങ്കരിച്ചാണ് ഈ ചിത്രം തയ്യാറാക്കിയത്. തൃശൂർ വേലൂരിലെ കുറുമാൽകുന്നിലെ വർഗീസ് തരകന്റെ ആയുർ ജാക്ക് ഫാമിലാണ് ഡാവിഞ്ചി സുരേഷിന്റെ 97-ാം മീഡിയമായ ചക്കച്ചിത്രം ജനിച്ചത്. 8 അടി വലിപ്പത്തിലും 2 അടി ഉയരത്തിലും തട്ടുണ്ടാക്കി അതിൽ വസ്ത്രം വിരിച്ച് മോഹൻലാലിന്റെ മുഖം സ്കെച്ച് ചെയ്താണ് ചക്കച്ചുളകൾ നിരത്തിയത്. UN അവാർഡ് നേടിയ കേരളത്തിലെ ആദ്യത്തെ പ്ലാവിൻ തോട്ടമായ ആയുർ ജാക്ക് ഫാമിലെ തൊഴിലാളികളും ക്യാമറാമാൻ സിംബാദും സുഹൃത്തുക്കളായ റിയാസ് മാടവനിയും സെയ്ദ് ഷാഫിയും ഡാവിഞ്ചി സുരേഷിന് സഹായികളായി. 5 മണിക്കൂർ സമയം ഇതിനായി വേണ്ടി വന്നു. ഏകദേശം 20 ചക്കയോളം ഇതിനായി ഉപയോഗിക്കുകയും ചെയ്തു. അപൂർവമായി മാത്രം കിട്ടുന്ന ചുവന്ന ചക്കയാണ് ഈ ചിത്രം ചെയ്യാനുള്ള പ്രചോദനമായതെന്നും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ അന്വേഷണത്തിനൊടുവിലാണ് ആയുർ ജാക്ക് ഫാമിലെ വർഗീസ് തരകന്റെ പിന്തുണയോടെ ചിത്രം പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്നും ഡാവിഞ്ചി സുരേഷ് പറഞ്ഞു. ചുവന്ന ചക്ക കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പടം ചെയ്യാൻ തീരുമാനിച്ചത്. സാധാരണ മഞ്ഞ ചക്ക കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു ചുവന്ന ചക്ക അന്വേഷിച്ച് നടന്ന കൂട്ടത്തിലാണ് നമ്മളുടെ വർഗീസേട്ടനെ പരിചയപ്പെടുന്നത്. ഈ വർഗീസേട്ടൻ ഇവിടുത്തെ ഒരു വലിയൊരു സംഭവമാണ്. കാരണം ഇവിടെ ഏതാണ്ട് എത്ര തരം പ്ലാവ്? 65 ഇനം പ്ലാവുകളുണ്ട്. 65 ഇനം പ്ലാവുകളാണ് ഈ ഒരു തോട്ടത്തിലുള്ളത്. എത്ര വർഷമായി? ഇത് ഞങ്ങള് 2008 തൊട്ട് ഘട്ടം ഘട്ടമായിട്ട് പ്ലാവ് കൃഷിയിൽ വന്നാണ്. 2015 തൊട്ട് കേരളത്തിലെ ആദ്യത്തെ പ്ലാവ് കൃഷിത്തോട്ടം. കേരളത്തിലെ ആദ്യത്തെ പ്ലാവ് കൃഷിത്തോട്ടം മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ വാട്ടർ സസ്റ്റൈനബിലിറ്റി അവാർഡ് കിട്ടിയ തോട്ടം കൂടിയാണ്. വ്യത്യസ്തമായ കലാസൃഷ്ടി കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടേക്ക് എത്തിയത്. ജനം, തൃശൂർ. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ 7 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്,
കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. അതേസമയം പാലക്കാട് മണ്ണാർക്കാട് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയിൽ ജലനിരപ്പ് കൂടിയതോടെ കണ്ണൂർ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. 2 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതം ഉയർത്തിയാണ് ജലം പുറത്തേക്ക് ഒഴുകുന്നത്. ഈ മാസം അവസാനത്തോടെ കാലവർഷം ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതിനാൽ മുൻകരുതലിന്റെ ഭാഗമായി കൂടിയാണ് ഷട്ടറുകൾ ഉയർത്തിയത്. ജലനിരപ്പ് ക്രമീകരിക്കാനായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തും. ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിനെ തുടർന്ന് ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ വളപട്ടണം പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊല്ലം പുനലൂരിൽ നിന്ന് കാണാതായ മധ്യവയസ്കനെ റബ്ബർ തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ജോഫി ഭവനിൽ സാബു ജോർജ് മാത്യു ആണ് മരിച്ചത്. ബന്ധുക്കൾ പുനലൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. കുടുംബ വീടിന് സമീപത്തായിരുന്നു സാബുവിനെ കാണാതായത്. പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം വിശദമായ പരിശോധനകൾ നടത്തി. കോഴിക്കോട് ഫറോക്ക് പുതിയ പാലത്തിൽ അപകടം. ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് പാലത്തിൽ ഗതാഗത തടസ്സം നേരിട്ടു. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ.